ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഉള്ളത്. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ആലോചിച്ച് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കും അങ്ങനെ തോന്നും. നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ലാസ്റ്റ് സീൻ നോക്കാം, പോസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം, സ്റ്റാറ്റസ് നോക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ അവരെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവരെ സ്പൈ ചെയ്യണമെന്നുള്ള ആ ഒരു തോന്നൽ വരുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവരെ സ്പൈ ചെയ്യണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ എങ്കിലും ഇവർ നിങ്ങളുടെ മനസ്സ് ഇന്ന് തോന്നിപ്പിക്കും അവരെ സ്പൈ ചെയ്യാമെന്ന്. അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, ഡി പി ചേഞ്ച് ചെയ്തോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങളുടെ മനസ്സ് തോന്നിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുവാൻ ആഗ്രഹിക്കുകയാണ്. ക്വിക്ക് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി കൺവീൻസ് ആയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇവിടെ സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത് ആ ഒരു കാര്യം നടക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി തന്നെ റിലീസായി പോകുന്നതായിട്ട്, എൻഡായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഫേവറിൽ റിസൾട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഡെവിലിഷ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് പുറത്ത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണോ ഉണ്ടായത്, നെഗറ്റീവ് എനർജിയാണോ ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുറ്റി പിണഞ്ഞുകൊണ്ടിരുന്ന അവരിൽ നിന്നെല്ലാം പുറത്ത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ ബാലൻസിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഗുഡ് ന്യൂസോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ് ആയിരിക്കാം. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് വരുന്നത്. ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ ഇവർ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ ഇവർ എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ അവർ നിങ്ങളെ തന്നെയാണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഈ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് ഒരു ദിവസത്തിനുള്ളിൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 1 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 1 ഡേയ്സിനുള്ളിൽ തന്നെ നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയൻ റിലേറ്റഡ് ആയിട്ട്. ഇവിടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു പ്രോമിസസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അവർ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയിൽ ഇനി ആരും തന്നെ വരത്തില്ല, നമ്മൾ തമ്മിൽ എന്നും ഒന്നായിട്ട് തന്നെ ഇരിക്കും, ഇനി നമ്മളെ പിരിപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനം നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ആവാൻ പോവുകയാണ്. പല ആൾക്കാരുടെയും വിഷസ് പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇമോഷണൽ ലോസിൽ കൂടിയാണ് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ലോസിന് ശേഷമാണ് ഇവർ നിങ്ങളുമായിട്ട് യൂണിയനിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തു. ഇനി നിങ്ങൾ തമ്മിലുള്ള യൂണിയനാണ് വരാൻ പോകുന്നത്. ഇവിടെ ഇനി നിങ്ങളുടെ പേഴ്സൺ ആരുടെയും ഇമോഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് മെയിൽ, ഇമോഷണൽ ആയിട്ടുള്ള മാനിപ്പുലേറ്റിംഗ് അതിലൊന്നും വീഴത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇടയ്ക്ക് വീണു പോയി ബ്ലാക്ക് മെയിലിലും മാനിപ്പുലേറ്റിങ്ങിലും എല്ലാം. പക്ഷേ ഇനി ഇവർ വീഴത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഒരു അടവും ഇനി നിങ്ങളുടെ പേഴ്സണോട് ചിലവാകത്തില്ല. ചില ആൾക്കാരുടെ പേഴ്സൺ തന്നെ നിങ്ങളോട് 24 മണിക്കൂറിനുള്ളിൽ പറയുന്നതാണ്, അതായത് അവരുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി എൻഡായി പോയി എന്ന് നിങ്ങളോട് ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം.
കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ എന്തെങ്കിലും മറച്ചു വെച്ച കാര്യങ്ങൾ പുറത്തു വരുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ബാക്ക്വേർഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഒരു ചതിയും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് സഡനായിട്ട് നിങ്ങളിൽ നിന്ന് ബാക്ക്വേർഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്നാണ് പറയാൻ. നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൺ പഴയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഓർമ്മിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മുന്നേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ ചിന്തിച്ച് നിങ്ങളോട് വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നീ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത്, നിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. അതായത് പഴയ കാര്യങ്ങൾ ആലോചിച്ച് വീണ്ടും നിങ്ങളോട് വഴക്കിടുന്ന എനർജി. അപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് അവർ നിങ്ങളോട് വഴക്കിടുകയാണ് എങ്കിൽ അതിൽ നിങ്ങൾ റിയാക്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആവശ്യമില്ലാതെ അവരുടെ ആ നെഗറ്റീവ് എനർജി കാരണമാണ് അവർ നിങ്ങളോട് ആവശ്യമില്ലാതെ വഴക്കിടുക. നിങ്ങളപ്പോൾ റിയാക്റ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങളത് ബാലൻസിൽ നിൽക്കാൻ ശ്രമിക്കുക. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ബാലൻസിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക നിങ്ങൾ. സഡനായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ റിയാക്റ്റ് ചെയ്യാൻ പോകരുത് നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ വരാൻ പോകുന്ന 27 hours നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാതെ നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം മോശമാക്കാം, എല്ലാം നേരെയാക്കാം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ക്കാർക്ക് പെർമനൻറ്റ് യൂണിയന് വേണ്ടി കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിട്ടും ഉണ്ട് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് കാത്തിരിക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഈയൊരു ടൈം പീരീഡിൽ ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് പല ഇന്നർ ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. പല കാര്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിക്കുക, അതിൻ്റെ ഉത്തരം നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തായിട്ട്. എല്ലാ കാര്യങ്ങളും ഡിവൈൻ്റെ ആ ഒരു ഇന്നർ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഡിവൈൻ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരുവാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽ അടച്ചു വെച്ചൊക്കെയാണ് എനിക്ക് ചേഞ്ച് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു ചേഞ്ച് ഡിവൈൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.